പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. ഈ വിശുദ്ധ അൾത്താരയിൽ എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 13 എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. എനിക്ക് കിട്ടാതിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്കിന്ന് സാധ്യമായിട്ട് ഞാൻ ഓടി വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. 2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പം എൻ്റെ മോളുടെ അടുത്ത് നമുക്ക് കേൾക്കുമ്പം തോന്നുന്ന നിസാരാന്ന്. ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു, UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്കത് 2 പ്രാവശ്യം റിജക്റ്റ് ആയപ്പം എനിക്ക് തോന്നി അത് കുഴപ്പമില്ല, എൻ്റെ രണ്ടാമത്തെ മോള് പ്രഗ്നൻ്റായി, അപ്പോൾ എൻ്റെ സാന്നിധ്യം ഇവിടെ വേണം, അതുകൊണ്ട് മാതാവ് മാറ്റി തന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം മൂന്നാമത് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് മോള് പറയുന്നത് ഇനി ഒരിക്കലും അമ്മയ്ക്ക് വിസയ്ക്ക് കിട്ടില്ല. കാരണം എൻ്റെ പേര് 2 കിടക്കുന്നത്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഷേർലിന്ന്. ആ പേരാണ് സ്കൂളിൽ ചേർക്കാൻ പോയപ്പം കുട്ടികളുടെ റിക്കാർഡിക്കൽ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ സ്ഥാനത്ത് ഇട്ടേക്കുന്നത്. എൻ്റെ റിക്കാർഡിക്കൽ മൊത്തം അന്ന അഗസ്റ്റിൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അത് അവർ UK പോയി ഇനി ഒരിക്കലും അവരുടെ റിക്കാർഡ് തിരുത്താൻ പറ്റില്ല, എൻ്റെ റിക്കാർഡും തിരുത്താൻ പറ്റില്ല. അവർക്ക് PR കിട്ടിയതാണ്, ഇനി അവരുടെ റിക്കാർഡ് കൊടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം, അതുകൊണ്ടാണ് വിസ റിജക്റ്റ് ആയെന്ന് ഇപ്പോഴാണ് അവർ പറയുന്നത്. ആ കാരണം പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം എന്നുള്ളത്. അത് നമുക്കറിയത്തില്ലായിരുന്നു. ഇത്രയും നാളും ആ ഒരു കാര്യം നമ്മളെ മാതാവ് മറച്ചു വെപ്പിച്ചു. അങ്ങനെ ഡിസംബറിലാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. ഡിസംബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ പാസ്പോർട്ടും ഈ നിയോഗവും കൊടുത്ത് അച്ഛനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതിനുശേഷം അച്ഛൻ ഒരു 7 എന്ന ഗോൾഡൻ ലിപി കാണിക്കുന്നു എന്ന് അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, ഡെയിലി ബ്രെഡിൽ പറഞ്ഞിരുന്നു. അപ്പം മുതൽ ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി, മാതാവേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ 7 എന്നുള്ളത് ഒരു ഗോൾഡൻ ലിപിയായിട്ട് എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പിന്നീട് വിചാരിച്ചു മാർച്ച് 7 എൻ്റെ വിസയ്ക്ക് വെക്കാൻ പറ്റുമായിരിക്കും, അതായിരിക്കും എൻ്റെ ഗോൾഡൻ ലിപി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും സാധിച്ചില്ല. പിന്നീട് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റിയത് ഈ മാർച്ച് 19 ഈ കഴിഞ്ഞ ആഴ്ചയാണ് 19 വെക്കാൻ പറ്റിയത്. 18 വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയിട്ട് ആ വഴിയാണ് ഞാൻ VSFസിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെ ആരും ചവിട്ടാത്തടത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിനി ഒരു രക്ഷയില്ല. കാരണം എൻ്റെ മെറിറ്റെല്ലാം പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മക്കൾ പറഞ്ഞു ഇനി ഇത് വെറുതെ വെക്കുന്നു അത്രേ ഉള്ളൂ, പക്ഷേ കിട്ടൂല എന്ന് അവർക്കറിയാം. കാരണം ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഒന്നാമത് UK ഗവൺമെൻറ് ഭയങ്കര നിയമങ്ങളാണ്. കാരണം അമ്മേൻ്റെ പേര് മാറിക്കിടക്കുക എന്ന് പറയുമ്പം ഞാൻ അമ്മയല്ല എന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ, 1 and 7 സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റുമോ എന്നാണ് അവർ റിപ്ലൈ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം പ്രാർത്ഥിക്കാം, വെറുതെ വെക്കാം. ഇനി അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും വരാൻ പറ്റൂല, ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് അന്നേരം പറഞ്ഞു, മാതാവിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും, സഞ്ചാരി മാതാവാണ്, നിയമങ്ങൾ മാറ്റി എഴുതാൻ പറ്റുന്ന ആളാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മോളുടെ അടുത്തൊന്ന് പോയി കാണണമെന്നും എല്ലാം ഒന്ന് കണ്ട് വരണം, അവിടെയുള്ളവരോടും മാതാവിനെക്കുറിച്ച് പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അമ്മയൊന്ന് ഒരുക്കി തരണം. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഈ മാർച്ച് 18 വന്നപ്പം 2 ഇംഗ്ലീഷ് കെട്ട് പത്രം വാങ്ങി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഇതെനിക്ക് അമ്മേനെയും കൂട്ടി അവിടെ പോയി അവിടെ പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനു വേണ്ടി അമ്മേനെ ഒരുക്കി തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഈ 2 കെട്ട് ഇംഗ്ലീഷ് പേപ്പറും വാങ്ങി ഞാൻ എൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയത്. ഒരു മെറിറ്റും ഇല്ല. 4 ദിവസം കഴിഞ്ഞപ്പം 19 കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പം VSFന്ന് മെയിൽ വന്നു, 8 ആഴ്ച പിടിക്കും ഇതിനൊരു റിപ്ലൈ കിട്ടാൻ എന്നാണ് പറഞ്ഞ് മെയിൽ വന്നത്. അപ്പോഴും മക്കൾ പറഞ്ഞു മമ്മി ഒരു പ്രതീക്ഷയൊന്നും വേണ്ട,
മാതാവ് അനുഗ്രഹിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഈ പേപ്പറെല്ലാം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ടും എല്ലാ പേപ്പറും എടുത്ത് എൻ്റെ വീട്ടിലുള്ള മാതാവിൻ്റെ പുറകിൽ കൊണ്ടുവച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പുറകിൽ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് വിസ തരുവാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ തരണം, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ട് കൊണ്ട് എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് മാതാവ് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതവിടെ വെച്ചു. ഇല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ആവശ്യമില്ല, ഈ പാസ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല, മാതാവിന് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മിനിങ്ങാന്ന് വ്യാഴാഴ്ച രാത്രിയുണ്ട്, മോൻ വിളിച്ചേക്കുന്നു, മമ്മീൻ്റെ വിസ പാസ്സായിട്ടുണ്ട്, വിസ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഗോൾഡൻ ലിപി എന്ന് പറഞ്ഞത് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് ആ 7 എന്നൊരു ഗോൾഡൻ ലിപി അമ്മ ഒന്ന് സെറ്റാക്കി തരണമെന്ന് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 19-ാം തീയതി വിസയ്ക്ക് കുഴിച്ചു, 25-ാം തീയതി എനിക്ക് വിസ പാസ്സായി എന്നും വിസ അടിച്ചു വന്നു എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് മെയിലാണ് എനിക്ക് വന്നത്. നോക്കുമ്പം കറക്റ്റ് 7 ദിവസം കൊണ്ടാണ് എനിക്ക് മെയിൽ വന്നേക്കുന്നത്, വിസ അടിച്ചു എന്നും പറഞ്ഞിട്ട്. മാതാവിനല്ലാതെ വേറെ ആർക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അത്രയ്ക്കും ഇടപെടലില്ലെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറയണം, എനിക്ക് വേഗം ടിക്കറ്റ് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ എടുത്തോ, എന്നിട്ട് വേണം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് നോക്കുമ്പം എനിക്ക് 2-ാം തീയതി അവർ ടിക്കറ്റ്, ഈ ഏപ്രിൽ 2-ാം തീയതിയാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് 2-ാം തീയതിയിലത്തേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം അവർ പറഞ്ഞു, മമ്മി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോരാ, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വേണം വരാൻ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇനി എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എനിക്ക് 57 വയസ്സാണിപ്പം. ഇതുവരെ എനിക്ക് ഒരു 4 വീലർ ലൈസൻസ് എടുക്കാനോ അങ്ങനെ ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു വണ്ടി മാതാവ് തന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ കഴിഞ്ഞ 2025 മെയ്യിൽ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ജൂൺ മുതൽ എനിക്ക് ലൈസൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ജൂൺ മുതൽ പഠിക്കാൻ പോയി. എനിക്ക് പഠിക്കാൻ അങ്ങ് പറ്റുന്നില്ല. എത്ര പറഞ്ഞു തന്നിട്ടും ഇത്രയും അവർ പറയും ഏജിൻ്റെയാണ്, പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഇല്ല. എന്നാലും 1 മാസം പോയി. 1 മാസം കൊണ്ട് ഒരുവിധം ഏകദേശം സ്റ്റിയറിംഗ് ഒക്കെ ബാലൻസായി എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മോളുടെ അടുത്ത് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടൊരു ചെല്ലണമെന്ന് പറഞ്ഞ് മോളിങ്ങനെ വിളിച്ചു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയേക്കുന്നത് ഓഗസ്റ്റ് 14 ലൈസൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയേക്കുന്നത്. ഈ കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിളിച്ച് പോയാൽ പിന്നെ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല. എൻ്റെ ദിവസങ്ങൾ മൊത്തം പോകും. എൻ്റെ ലൈസൻസ് തൊട്ട് കിട്ടുമോ ഇല്ല, ഒരിക്കലും കിട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്താ ചെയ്യുക, കൊച്ചിനെ നോക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് പഠിക്കുകയും ചെയ്യണം, മാതാവാണ് ഇത് തന്നത്. അപ്പോൾ ഇതൊക്കെ തന്നത് മാതാവാണെങ്കിൽ എനിക്ക് അതിനൊരു അവസരം റെഡിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമുണ്ട് മോള് പറയുന്നു, മോളുടെ ഹസ്ബൻഡ് ഹൈദരാബാദിലേക്ക് 1 മാസത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരുടെ കമ്പനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുവാണ്. അതുകൊണ്ട് ഞാനും മോനും കൊച്ചും കൂടി ഇങ്ങോട്ട് വരികയാണ്, മമ്മീൻ്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ മാതാവ് ആ ഒരു എൻ്റെ ഒരു സങ്കടത്തിന് എന്താ പറയുക പരിഹാരം ഉണ്ടാക്കി തന്ന് എനിക്ക് പഠിക്കാനുള്ള അവസരമാക്കി തന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 14-ാം തീയതി ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ദിവസം റിവേഴ്സ് ഗിയർ ഇട്ട് ഓടിച്ചു. അത്രയും വഴക്കെന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിച്ചിട്ട് ക്ലിയർ ആവാതെ. അങ്ങനെ 14-ാം തീയതി ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പേപ്പർ കിട്ടിയിട്ടില്ല, 10-ാം തീയതി ആയിട്ടും കിട്ടിയിട്ടില്ല. 11-ാം തീയതി എനിക്ക് പേപ്പർ കൊടുക്കാതെ 1 മാസവും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 11-ാം തീയതിയാണ് പറയുന്നത് പേപ്പർ വന്നു എന്ന്. ഓടിപ്പോയി ഞാൻ പേപ്പർ വാങ്ങി. ഈ പേപ്പർ കെട്ടെടുത്ത് അവിടെ ലൈസൻസ് എടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഞാൻ വണ്ടീൻ്റെ 4 വീലിൽ ഇട്ടു. സ്റ്റിയറിങ്ങിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എച്ചെടുത്ത് എനിക്ക് എച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ റോഡ് ടെസ്റ്റ് എടുത്തു. റോഡ് ടെസ്റ്റിനും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്ക് ആദ്യത്തെ ഈ ടെസ്റ്റിൽ തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ലൈസൻസ് തരണം അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്.
അങ്ങനെ എനിക്ക് ഗിഫ്റ്റായിട്ട് മാതാവ് എനിക്ക് ആ ലൈസൻസ് എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒരിക്കലും എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റും, ഒരിക്കലും പഴയ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹസ്ബൻഡ് ഇരുന്നത്. പുതിയ വണ്ടി എടുക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നതാണ്, എന്നാൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെന്ന് അല്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല. പിള്ളേർ പറഞ്ഞു ഒരു മമ്മി ഒരു വണ്ടി ഇച്ചിരി നല്ല വണ്ടി എടുക്കാം. അപ്പോഴും ഞാൻ പഴയ വണ്ടി എടുക്കാമെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോടാണ് ഞാൻ പറയുന്നത്, വേറെ ഹസ്ബൻഡിനോടൊന്നും ഞാൻ ഇതൊന്നും പറയുന്നില്ല. മാതാവിനോട് പറഞ്ഞു മാതാവേ വണ്ടി എടുക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പുതിയ വണ്ടി തരുവാണെങ്കിൽ മാത്രമേ അമ്മ തന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ആഗ്രഹം പുതിയ വണ്ടി എടുക്കണം എന്നാണ്. കാരണം പഴയ വണ്ടി എടുത്തിട്ട് പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്, പിന്നെ അതിനിടയ്ക്ക് ഭയങ്കര പൈസ മുടക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടീൻ്റെ പേരും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന വണ്ടി മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് ആ വണ്ടി തരണം എന്ന് പറഞ്ഞു. ഇവർ നോക്കിയപ്പം വേറൊരു വണ്ടിയാണ് വിചാരിച്ചിരുന്നത് അത് എടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആ വണ്ടിയാണോ മാതാവേ? അപ്പോഴും ഞാൻ മാതാവിനോടാണ് പറയുന്നത്, മാതാവ് തന്നതാന്ന് പറയണേ എനിക്ക് ഈ വണ്ടി വേണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉണ്ട് ഈ വണ്ടി ഞാൻ ആഗ്രഹിച്ച ഒരു വണ്ടി ഫേസ്ബുക്കിൽ ഇത് കണ്ടു, ഇവർ അതിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു എന്ന് ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ അവർ വേഗം ആ വണ്ടിക്ക് വേഗം ഓർഡർ ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്താ പറയുക, ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ EMI ആയിട്ട് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി എടുത്ത് മാതാവ് തന്നു. അതാണ് ആ വണ്ടി തന്നതാണ് എനിക്ക് ലൈസൻസ് പഠിക്കാനുള്ള, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളൊരു ആഗ്രഹവും വന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. പിന്നെ ഒത്തിരി കോടാനുകോടി അനുഗ്രഹങ്ങൾ, എന്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റാത്ത ആളില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഈ 9 പ്രാവശ്യം ഉടമ്പടിയിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം തന്നെ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. കാരണം എനിക്ക് വെക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് ഒത്തിരി വെക്കാനുള്ളത്. രോഗസൗഖ്യങ്ങളായാലും മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ വിസേൻ്റെ കാര്യമായാലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. എല്ലാം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ അധികം ഉടമ്പടിയിൽ വെക്കുന്നത്. എനിക്ക് എന്നെ ഈ അധികം കാര്യങ്ങളൊന്നും, ഞാൻ ഈ വിസേൻ്റെ കാര്യം പോലും ആദ്യം വെച്ചു എന്നല്ലാണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വിസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാത്രമാണ് വിസേൻ്റെ കാര്യം ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് വെച്ചത്. അപ്പം നമ്മളൊരു കാര്യം മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ളതിന് 100% ഉറപ്പാണ്, തെളിവാണ്. എൻ്റെ ഈ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക സമയച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. 8 ആഴ്ച പിടിക്കും എന്ന് പറഞ്ഞ കാര്യം എനിക്ക് 8 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. 12 ദിവസം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ബസ് ബുക്ക് ചെയ്ത് ഓടി വരുക ചെയ്തത്. ഇത് പറഞ്ഞിട്ട് വേണം എനിക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർ പറഞ്ഞു ഇത് വന്നിട്ട് പറയാൻ മതി എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ കൂടെ ഒത്തിരി അക്രൈസ്തവരുണ്ട്, അവർക്ക് എല്ലാവർക്കും കൊടുക്കും പത്രം. ഒത്തിരി രോഗികളായിട്ടുള്ളവരുണ്ട്. എനിക്ക് പെട്ടെന്ന് പത്രം കൊടുത്ത് തീർക്കാൻ ഇഷ്ടമല്ല. വേഗം കൊടുത്ത് തീർക്കുമ്പോഴത്തേനും പിന്നെ എനിക്ക് പേടിയാണ്, ഒരു വിഷമമാണ്. കാരണം ഒരു മാസം അടുത്ത മാസം കഴിയണം അടുത്ത പത്രം കിട്ടണമെങ്കിൽ. അപ്പോൾ ഒരു 3-4 പത്രം ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കും. ആരെങ്കിലും കാണുമ്പം വിഷമം പറയുന്നവർക്ക് ഞാൻ മാതാവിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട്, മാതാവിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ അവരോട് പറയും, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 3-4 പത്രം ഞാൻ സൂക്ഷിച്ച് വെക്കും. കൂടാതെ എനിക്ക് വിശേഷവിധിയായിട്ട് ഞാൻ ഈ വിസേൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് വിശേഷവിധിയായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന മാതാവേ എന്ന് ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പം ബൈബിള് വായിച്ച സമയത്ത് എനിക്ക് മാതാവ് ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, നീ ബൈബിള് വായിച്ചിട്ട് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ യൂട്യൂബിലിടാൻ? ഞാൻ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിലിടാൻ എനിക്ക് അറിയത്തില്ല, എങ്ങനെ എടുക്കണ്ടേ? മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, നീ ബൈബിൾ വായിച്ചിട്ട് യൂട്യൂബിടുക. ഹസ്ബൻഡിനോട് പറഞ്ഞു യൂട്യൂബിൽ എനിക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പം ഫസ്റ്റിലെ ഒരു ദിവസം ചെയ്തു തന്നു, രണ്ടാമതും ചെയ്തു തന്നു. 3-ാമത്തെ ദിവസം എന്നോട് ഞാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പഠിച്ചു. പിന്നെ എല്ലാ ദിവസവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം വരെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ഇട്ടു. അത് ഓരോ ദിവസവും ഓരോ അധ്യായം ഞാൻ ഇടുന്നുണ്ട്. അന്നാസ് മീഡിയ എന്നൊരു പേരും കൊടുത്തിട്ടാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. അപ്പം പിന്നെ അത് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. കാണാൻ പറ്റാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും.
കൂടാതെ എനിക്ക് പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്ന രോഗികളെ ഞാൻ ഒരു ആശ്രമത്തിൽ പോകുമായിരുന്നു ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും സാക്ഷ്യത്തിൽ പറയും രോഗികളെ കുളിപ്പിക്കാൻ അവസരം കിട്ടിയെന്നൊക്കെ. എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഇതിന് സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊന്ന് രോഗികളെ കുളിപ്പിക്കാനുള്ളൊരു അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പം വേറെ ആരും ഇല്ല, അപ്പോൾ സിസ്റ്ററും ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവരെ കുളിപ്പിക്കാവോ എന്ന് ചോദിച്ചു. എനിക്കത് വലിയ സ്വർഗം കിട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ അവരെല്ലാവരെയും കുളിപ്പിച്ച് അവരുടെ ഇട്ട വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് രോഗികളായിട്ട് ആസ്പത്രിയിൽ മരുന്ന് വാങ്ങാൻ പോകാൻ പൈസ ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ ഓടിച്ചെല്ലും. എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നത് പ്രാർത്ഥന കൊണ്ടും പൈസ കൊണ്ടായിട്ടായാലും ചെറിയ ചെറിയ പൈസ ആയാലും എനിക്കില്ലെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അവർക്ക് ഇന്നത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ ആയിട്ട് ചെയ്യുന്നത്. എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 6-ാം തിരുവചനം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തി വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. അന്ന എന്ന ഈ സഹോദരി അസാധ്യ കാര്യങ്ങളുടെ സാധ്യതയുമായി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുവാനാണ് 3ാമത്തെ സാക്ഷ്യവുമായി അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ആഗ്രഹത്തോടെ എന്തു തന്നെ ചോദിച്ചാലും ഈശോയിൽ നിന്ന് അത് പ്രാപിച്ചു തരും എന്ന് ഏറ്റുപറയാനാണ് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ അന്ന ഇവിടെ എത്തിയിരിക്കുന്നത്. മകളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാനായി വിസ ശരിയാക്കുമ്പോഴുള്ള പാസ്പോർട്ടിലെ പേരിൻ്റെ കറക്ഷന് വേണ്ടി പല പ്രാവശ്യം സമീപിച്ചിട്ടും പോകാൻ സാധ്യത ഇല്ല എന്ന് തീരുമാനം വന്നപ്പോഴാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 7 എന്ന ഗോൾഡൻ നമ്പർ സന്ദേശത്തിലൂടെ ലഭിക്കുകയും ചെയ്തപ്പോൾ ആ 7-ന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധ അമ്മ പ്രോമിസ് ചെയ്ത എല്ലാം തന്നെ സാധിച്ചു തരുമെന്നുള്ള വലിയ ഉറപ്പിൽ, വിശ്വാസത്തിൽ ഈ മകൾ ഉടമ്പടി കൃത്യമായി പാലിക്കുകയും വലിയ വലിയ ആഗ്രഹങ്ങളോടെ ഈശോയെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് എപ്പോഴും സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ലഘൂകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടി അമ്മ ഏറ്റുപറയുകയാണ്. അന്നയ്ക്ക് പറയാനുള്ളത്, ഞാൻ എന്തെല്ലാം കാര്യം ഉടമ്പടിയിൽ അല്ലാതെയും ഉടമ്പടി നിയോഗത്തിലല്ലാതെയും ഞാൻ പ്രാർത്ഥിച്ചോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രോഗസൗഖ്യം, മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഓരോ സമയത്തും കൃത്യമായി ആളുകളെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പത്രങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു വലിയ അനുഭവമാണ്, ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ഉടമ്പടി പാലിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് ഈ മകൾക്ക് ഏറ്റുപറയാനുള്ളത്. അതുപോലെ തന്നെ വയസ്സ് എന്ന് പറയുന്നത് ഒരു വെറും നമ്പർ മാത്രമാണ് എന്ന് മകളേറ്റ് പറയുകയാണ്. 57ാമത്തെ വയസ്സിലാണ് 4 വീലറിനുള്ള ലൈസൻസ് എടുക്കുവാനും വാഹനം ഓടിക്കുവാനുമുള്ള ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മകൾക്ക് ഉടമ്പടിയിലൂടെ ലൈസൻസ് ലഭിക്കുവാനുള്ള 4 വീലറിൻ്റെ ലൈസൻസ് ലഭിക്കുവാനുള്ള വലിയ അനുഗ്രഹമുണ്ടായി. അതുപോലെ തന്നെ ദൂരവും വയസ്സുമെല്ലാം ഒരു നമ്പർ മാത്രമാണെന്ന് ഇന്ന് ഈ മകളേറ്റു പറയുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ആ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ നമുക്ക് വയസ്സൊരു പ്രശ്നമല്ല. ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് വയസ്സോ അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. സ്നേഹത്താൽ തന്നെ വീട്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതിന് ഉടമ്പടി നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അന്ന ഏറ്റു പറയുകയാണ്. മകൾ പറയുകയുണ്ടായി, എനിക്ക് സ്വർഗാരോഹണ തിരുനാളിൽ തന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് തരണം പരിശുദ്ധ അമ്മയുടെ. നമുക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്? ഇത് റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാലമാണ്. ഒരു ഗിഫ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗിഫ്റ്റ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്കെപ്പോഴും ഒരു കടം വരാതെ, ഒരു കടബാധ്യതയില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി
നന്ദി പറഞ്ഞുകൊണ്ട് അന്നയുടെ ഈ സാക്ഷ്യത്തിനെ നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.